രണ്ട് തരം നോമ്പുകാരെ നമുക്ക് കാണാം. ഒന്ന്, പുലർച്ചെ ആഹാരം അവസാനിപ്പിക്കേണ്ട ഒരു സമയമുണ്ടല്ലോ, ആ സമയം വരെ മാക്സിമം ആഹാരം കഴിച്ച്, നോമ്പ് തുറ മുതൽ ആ സമയം വരെ മാക്സിമം ആഹാരം കഴിച്ച്, രാത്രികാലങ്ങളിലും ഇശാക്ക് ശേഷവും തറാവീഹിന് ശേഷവും പലപ്പോഴും ഒഴിഞ്ഞൊക്കെ തന്നെ കഴിവിൻ്റെ പരമാവധി ആഹാരം കഴിച്ച് നോമ്പെടുക്കുന്ന ആളുകളും. എന്നാൽ നോമ്പ് തുറ സമയത്ത് അല്പം പഴങ്ങളോ ഈത്തപ്പഴമോ വെള്ളമോ മാത്രം ഉപയോഗിച്ച് നോമ്പ് തുറക്കുകയും മഗ്‌രിബ് നിസ്കാര ശേഷം വളരെ അല്പം മാത്രം ആഹാരം കഴിക്കുകയും ഒരു അരവയർ ആഹാരം കഴിക്കുകയും ഇശാ ബാങ്കിന് മുമ്പിൽ ഇനി വല്ല പാനീയങ്ങൾ അല്പം മാത്രം കുടിക്കുകയും ഇശാ ബാങ്കിന് ശേഷം അഥവാ സുബഹി ബാങ്ക് വരെയുള്ള സമയം, അത്താഴം എടുക്കുന്ന സമയം വരെ ഒന്നും കഴിക്കാതിരിക്കുകയും അത്താഴത്തിന് ഈത്തപ്പഴവും വെള്ളവും അല്പം മാത്രം ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് അങ്ങനെ വളരെ കുറച്ച് മാത്രം ആഹാരം കഴിക്കുകയും ചെയ്തുകൊണ്ട് നോമ്പെടുക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ രണ്ട് തരം നോമ്പുകാരിൽ ആരാണ് മികച്ച നോമ്പുകാരെന്ന ചോദ്യത്തിൽ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകും. പക്ഷേ വളരെ കുറച്ച് ആഹാരം കഴിച്ചുകൊണ്ട് എടുക്കുന്ന നോമ്പാണ് ആത്മീയ ചൈതന്യം വർദ്ധിപ്പിക്കാൻ, എല്ലാ അർത്ഥത്തിലുള്ള ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾ സാധിക്കുക. അതിന് ശ്രമിക്കുമ്പോഴാണ് നോമ്പിൻ്റെ യഥാർത്ഥ സത്ത നിങ്ങൾ ലഭിക്കുന്നത് തിരിച്ചറിയുക. താങ്ക് യു.